എല്ലാവർക്കും അറിയാം ലോക ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. ഏതാണ്ട് 5 സിനിമകളാണ് ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ളത്. അതിൽ ആദ്യത്തെ പാർട്ടാണ് ചന്ദ്ര. ഇനി 4 സിനിമകൾ കൂടെ അതിൽ വരാനുണ്ട്. അതിൽ തീർച്ചയായിട്ടും ഒരുപാട് സൂപ്പർ താരങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അറിയുന്നത് ആ 4 സിനിമകളുടെയും തിരക്കഥ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. കാരണം ഡൊമിനിക് അരുൺ ലോകയുടെ സ്ക്രിപ്റ്റുമായി ചെന്ന സമയത്ത് അതിൽ ചന്ദ്രയുടെ സ്ക്രിപ്റ്റ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ദുൽഖർ പറഞ്ഞത് അടുത്ത ഈ സിനിമകളുടെയൊക്കെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയിട്ട് വരാനാണ്. അങ്ങനെ പിന്നീട് ഡൊമിനിക് അരുൺ എല്ലാ സിനിമകളുടെയും സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി അതിനുശേഷമാണ് ചന്ദ്രയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. അപ്പോൾ എന്തായാലും അടുത്ത ഭാഗങ്ങളുടെ സ്ക്രിപ്റ്റ് പൂർത്തിയായ സ്ഥിതിക്ക് ഒട്ടും വൈകാതെ തന്നെ അതിൻ്റെയൊക്കെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും ദുൽഖറും ടോവിനോയും മമ്മൂക്കയും ഒക്കെ ആ ഒരു യൂണിവേഴ്സിന്റെ ഭാഗമാണെന്ന് ചന്ദ്രയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വരാനിരിക്കുന്ന ഭാഗങ്ങൾ സ്ക്രിപ്റ്റ് പൂർത്തിയായതുകൊണ്ട് തന്നെ വലിയ എക്സൈറ്റ്മെന്റ് ആണ്. കാരണം വെറുതെ കണക്ട് ചെയ്ത് എഴുതുന്നൊരു കഥയായിരിക്കില്ല. എല്ലാ സ്ക്രിപ്റ്റുകളും കണക്ട് ചെയ്ത് എഴുതി കംപ്ലീറ്റ് ആക്കിയതാണ്. അപ്പം തീർച്ചയായിട്ടും മലയാളികൾക്കുള്ള ഒരുപാട് വണ്ടർ മൊമെന്റുകൾ അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകർക്കുള്ള വണ്ടർ മൊമെന്റുകൾ ഉറപ്പായിട്ടും ഇനി വരാനിരിക്കുന്ന സിനിമകളിൽ ഉണ്ടാവും. അപ്പോൾ ഡൊമിനിക് അരുൺ അതുപോലെ അദ്ദേഹത്തിന്റെ ടീമും എന്തായാലും അത് ചന്ദ്ര പോലെ തന്നെ മനോഹരമാക്കി തീർക്കുമെന്ന് ഉറപ്പിക്കാം. അപ്പോൾ മലയാളത്തിൽ നിന്നൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് വലിയ രീതിയിൽ സക്സസ് ആവുക എന്ന് പറയുമ്പോൾ നമ്മളുടെ വ്യാവസായികമായിട്ടുള്ള വളർച്ച, മലയാളം ഇൻഡസ്ട്രിയുടെ വ്യാവസായികമായ വളർച്ച അത് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും വരും വർഷങ്ങളിൽ ലോകയുടെ അടുത്ത യൂണിവേഴ്സിലെ സിനിമകൾ തിയേറ്ററിലേക്ക് വരും. വേഫറർ തന്നെയായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുക. എന്തായാലും ടെക്നിക്കലി ആയാലും മേക്കിംഗ് വൈസ് ആയാലും ചന്ദ്രയേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന സിനിമകളായിരിക്കും ലോക യൂണിവേഴ്സിൽ നിന്ന് ഇനി പുറത്തു വരാമെന്ന് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്കെല്ലാം വലിയ രീതിയിൽ കാത്തിരിപ്പിനുള്ള വകയുണ്ട് ലോകയുടെ അടുത്ത സിനിമകൾക്ക്.